നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരും മുന്നേ കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമാകുന്നു. ആദ്യം KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ കസേര തെറിപ്പിക്കാനുള്ള AI ഗ്രൂപ്പുകളുടെ നീക്കവും അതിനെ തുടർന്നുണ്ടായ പുകിലുകളുമാണ് നടന്നത്. തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരും വരെ തൽസ്ഥിതി തുടരാനാണ് അന്ന് തീരുമാനമെടുത്തത്. അതോടെ അതൃപ്തിയോടെ ഇറങ്ങിപ്പോയ കെ സുധാകരൻ ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കി. അടുത്ത ദിവസം തന്നെ ഇന്ദിരാഭവനിലെത്തി അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. അധികാര കൈമാറ്റത്തിന് പ്രസിഡന്റിന്റെ ചുമതലയുണ്ടായിരുന്ന MM ഹസൻ എത്തിയില്ല എന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അവിടം കൊണ്ടും അംഗക്കളികൾ അവസാനിച്ചില്ല. തോൽവി ഏകദേശം ഉറപ്പിച്ച അടൂർ പ്രകാശും രാജ്മോഹൻ ഉണ്ണിത്താനും പ്രതികരണങ്ങളുമായി രംഗത്തെത്തി. CPM-ന് തറപറ്റിക്കാൻ സുവർണ അവസരം കിട്ടിയിട്ടും അതിന് മുതിരാതെ തമ്മിലടിച്ച് കുലമുടിക്കാനാണ് കേരളത്തിലെ കോൺഗ്രസുകാർ ശ്രമിച്ചത്. അതുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മൃഗീയ ഭൂരിപക്ഷം ഇത്തവണ കിട്ടില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി. കെ സുധാകരനെയും VD സതീശന്റെ നേതൃത്വത്തിൽ സംഘടന ദയനീയമായ അവസ്ഥയിലായി. വോട്ടെടുപ്പ് ദിവസം അത് വ്യക്തമാകുന്നതായിരുന്നു പല ബൂത്തിലെയും കാഴ്ചകൾ. പലയിടത്തും കോൺഗ്രസിന് ബൂത്ത് ഏജന്റുമാർ പോലും ഇല്ലായിരുന്നു. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പുനഃസംഘടന നടത്തിയത് വലിയ വീഴ്ചയായെന്നാണ് അടൂർ പ്രകാശ് ഒരു സ്വകാര്യ ചാനൽ നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അതായത് എല്ലാവരും ലക്ഷ്യം വെക്കുന്നത് കെ സുധാകരനെയാണെന്ന് വ്യക്തം. തന്റെ ചോര കുടിച്ച് വീർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന നിലപാടിലാണ് കെ സുധാകരൻ. അദ്ദേഹത്തിന് കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ പിന്തുണ മാത്രമാണുള്ളത്. കഴിഞ്ഞയാഴ്ച സ്ഥാനം ഏറ്റെടുക്കാൻ ഇന്ദിരാഭവനിലേക്ക് വന്നപ്പോൾ പ്രവർത്തകർ വിളിച്ച കണ്ണൂരിന്റെ മുത്തേ KSA എന്ന മുദ്രാവാക്യം മാത്രം മതി അത് മനസ്സിലാക്കാൻ. കാസർഗോഡ് ജില്ലയിലെ ചില നേതാക്കൾ തന്നെ തോൽപ്പിക്കാൻ ആസൂത്രിതമായി ശ്രമിച്ചെന്ന ആക്ഷേപവുമായി രാജ്മോഹൻ ഉണ്ണിത്താനും രംഗത്തെത്തി. KPCC ജനറൽ സെക്രട്ടറി പെരിയ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികളെന്നും ഉണ്ണിത്താൻ ആരോപിക്കുന്നു. ബാലകൃഷ്ണൻ തനിക്കെതിരെ പ്രവർത്തിച്ചതിന്റെ ശബ്ദ സന്ദേശം കയ്യിലുണ്ടെന്നും അവകാശപ്പെട്ടു. ജില്ലയിലെ കോൺഗ്രസുകാരെ തമ്മിലടിപ്പിക്കുന്ന വരത്തനാണ് ഉണ്ണിത്താൻ എന്ന തരംതാണ പ്രതികരണമാണ് ബാലകൃഷ്ണൻ നടത്തിയത്. ബാലകൃഷ്ണനെ വിലക്കാൻ നേതൃത്വം തയ്യാറായതുമില്ല. പലർക്കും പാർട്ടിയിലല്ല സ്ഥാനാർത്ഥികളുടെ പ്രകടനത്തിലാണ് വിശ്വാസം. ആ വിശ്വാസമുള്ളവർ വിജയിക്കും. ബാക്കിയുള്ളവർ ആരോപണവുമായി കളത്തിലിറങ്ങി. തങ്ങളെ വിമർശിച്ചെന്ന് അവർക്ക് വ്യക്തമായി. തൃശൂരിൽ K മുരളീധരനെയും കോഴിക്കോട് MK രാഘവനെയും പരാജയപ്പെടുത്താനുള്ള നീക്കം നടന്നെന്നാണ് ആക്ഷേപം. അവസാന നിമിഷം സ്ഥാനാർത്ഥിയായി എത്തിയതാണ് മുരളിക്ക് തിരിച്ചടിയായത്. പ്രചരണം തുടങ്ങിയ TN പ്രതാപന് പിന്മാറേണ്ടി വന്നു. പ്രതാപനും മുൻ MLA വിൻസെന്റും ചേർന്ന് മുരളിക്ക് പണി കൊടുത്തെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ സ്വാധീനമുള്ളവരാണ് രണ്ടുപേരും. താൻ കഴിഞ്ഞ തവണ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടതിന് പ്രധാന കാരണം ഇവരായിരുന്നെന്ന് പത്മജ വേണുഗോപാൽ ആരോപിച്ചിരുന്നു. മുമ്പ് വടക്കാഞ്ചേരിയിൽ മത്സരിച്ച് പരാജയപ്പെട്ടയാളാണ് K മുരളീധരൻ. കരുണാകരന്റെ തട്ടകമാണ് തൃശൂരെങ്കിലും മക്കൾക്ക് അത്ര സ്വാധീനമില്ല. MK രാഘവനെ തോൽപ്പിക്കാൻ സിദ്ദിഖും സംഘവും കിണഞ്ഞു പരിശ്രമിച്ചെന്നാണ് മറ്റൊരു പ്രധാന ആക്ഷേപം. രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിനാണ് സിദ്ദിഖ് കൂടുതൽ സമയം ചെലവഴിച്ചതെന്നും ആരോപണമുണ്ട്. കോഴിക്കോട് നിന്ന് രാഘവൻ തുടർച്ചയായി ജയിച്ചു വരുന്നത് പലർക്കും അത്ര പിടിക്കുന്നില്ല. കഴിഞ്ഞ തവണത്തേതുപോലുള്ള വിജയം ഇത്തവണ കോൺഗ്രസിന് കിട്ടില്ലെന്ന് അവർക്ക് തന്നെ ഉറപ്പായി. അങ്ങനെയെങ്കിൽ CPM-നും പിണറായിക്കും മേൽക്കൈ നേടാനുള്ള അവസരമാണ് കിട്ടുക. അതിന് കാരണം കെ സുധാകരന്റെ VD സതീശന്റെ നേതൃത്വ പരാജയമാണ്. അതിനെ മുതലെടുത്ത് ഇരുവരെ മാറ്റണമെന്ന ശക്തമായ ആവശ്യമാണ് AI ഗ്രൂപ്പുകൾ നടത്തുന്നത്. 2 കൊല്ലം കഴിഞ്ഞ് നടക്കുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പും അതിനു മുമ്പുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പും വിജയിക്കണമെങ്കിൽ നിലവിലെ നേതൃത്വം പോരാ എന്നാണ് വിലയിരുത്തൽ. പുതിയ നേതൃത്വം വന്ന സംഘടനയിൽ ശക്തമായ അഴിച്ചുപണി നടത്തണം. പ്രവർത്തകരെ സജ്ജമാക്കണം. അല്ലാതെ സംഘടനാ ദൗർബല്യം എന്ന പരാതി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലെന്നാണ് അടൂർ പ്രകാശ് ചൂണ്ടിക്കാണിക്കുന്നത്. തിരുവനന്തപുരത്ത് പല ബൂത്തിലും കോൺഗ്രസിന് ഏജന്റുമാർ ഉണ്ടായിരുന്നില്ല. ഇത് ശശി തരൂരിന്റെ വിജയത്തെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. തരൂരിന്റെ ഭാഗത്തും വീഴ്ചകളുണ്ടെന്നാണ് പ്രാദേശിക നേതാക്കളുടെ ആക്ഷേപം. നിലവിലെ സാഹചര്യത്തിൽ K മുരളീധരനെ KPCC പ്രസിഡന്റാക്കി സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഉചിതമായ പരിഹാര മാർഗം. എന്നാൽ AI ഗ്രൂപ്പുകൾ അതിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ഹൈക്കമാൻഡ് അങ്ങനെയൊരു നിലപാട് എടുക്കുമെന്ന് കരുതുന്നില്ല. കാരണം സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആണല്ലോ. അദ്ദേഹം തനിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും KPCC അധ്യക്ഷനാക്കാനാണ് നീക്കം നടത്തുന്നത്. സംഘടനാ ദൗർബല്യമുണ്ടെന്ന് എല്ലാവരും പരസ്യമായി സമ്മതിക്കുമ്പോൾ തന്നെ അതിന് ശാശ്വതമായ പരിഹാരം കാണാൻ ആരും തയ്യാറാകുന്നില്ല. നേതാക്കളെല്ലാം തങ്ങളുടെ സ്ഥാനവും പദവിയും ഉറപ്പിക്കുന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.